ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 9 റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇന്നലേക്കായിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഇന്നലത്തെ റിവ്യൂ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഞാനിവിടെ പറയുന്ന റിവ്യൂ അത്രയ്ക്ക് ജെനുവിൻ ആയതുകൊണ്ടും ഏറ്റവും നല്ല റിവ്യൂ ആണ് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി തരുന്ന സപ്പോർട്ടും കാര്യങ്ങളും എൻ്റെ വീഡിയോ കാണുന്നതൊക്കെ ഞാൻ അറിയുന്നു, മനസ്സിലാക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. ഞാനിവിടെ ഏറ്റവും ജെനുവിനായിട്ടാണ് ഇവിടെ റിവ്യൂ പറയാറ്. ആ ഒരു കാര്യം വെച്ചാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ആ ഒരു കാര്യം നമുക്കിവിടെ ഒരു മറയോ ഒളിയോ കാര്യങ്ങളൊന്നുമില്ല. ബി ഹൗസിൽ എന്താണ് കൃത്യമായി നടക്കുന്ന കാര്യം നമ്മളവിടെ ഓപ്പണർ തുറന്ന് പറയുകയാണ്. ഇനി ഹോസ്റ്റിൻ്റെ തെറ്റായിരുന്നാലും കൺസൻസിൻ്റെ ഒരു ഫേക്ക് ഗെയിം അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ കാര്യങ്ങൾ അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അത്രയേറെ നിരീക്ഷിച്ചാണ് നമ്മളോട് റിവ്യൂവും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അത് നിങ്ങൾ മനസ്സിലാക്കി തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. സോ ആ ഒരു കാര്യം വെച്ച് ഡേ 9 റിവ്യൂ നമുക്ക് നോക്കാം. ആദ്യം തന്നെ മറ്റേ ഓൺ ദ ഫ്ലോർ ബേബി ആ ഒരു തരുന്ന വേക്കപ്പ് സോങ്ങും കാര്യങ്ങളൊക്കെ എല്ലാവരും നീല യൂണിഫോം ധരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അനുമോൾ ആദില ഒരു സംസാരിക്കുകയാണ്. നെവിൻ എൻ്റെ അടുത്ത് വന്ന് കിടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സിസ്റ്റർ സ്നേഹം വേണമെന്നൊക്കെ പറഞ്ഞ് രാത്രി ഒരു തക്കാളിയും കൊണ്ടുവന്ന് അടുത്തുവന്ന് കിടന്നതൊക്കെയാണ് ആര് പറഞ്ഞത്, അനുമോൾ പറയുന്നത്. കിച്ചൺ ടീമിൻ്റെ ഇഷ്യൂ അവിടെ അനീഷ് രാവിലെ വഴക്ക്, അനീഷ് നല്ല പോലെ ഫയറപ്പായിട്ട് അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ അടുക്കള ഇഷ്യൂ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ സമയത്താണെങ്കിൽ അപ്പാനി ശരത്തും അനീഷും തമ്മിൽ വീണ്ടും തർക്കവും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിൽ കുറേ നാളായി ഒരു വഴക്കും കാര്യങ്ങളെല്ലാം ഇങ്ങനെ തുടങ്ങിയിട്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ അനീഷ് പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് കൂടുതൽ താണ്ഡവമാണെന്ന്. ആ താണ്ഡവം ആളുണ്ടെന്ന് പറഞ്ഞ സമയത്തെ കലാഭവൻ സരികയും നെവിനും വന്നിട്ടില്ല, ശിവതാണ്ഡവം ആടില്ല, അതേ കണക്കത്തെ കുറേ കാര്യങ്ങൾ വെച്ച് ഭയങ്കര ഫണ്ണായിരുന്നു. പിന്നെ ബിന്നി വന്നിട്ടാണ് പറയുകയാണെങ്കിൽ ഇവിടെ എനിക്ക് വിശക്കുന്നു, നിങ്ങൾ ആഹാരം തരുന്ന കാര്യം പറഞ്ഞു. അപ്പം അനീഷ് പറയണം വായു എടുത്ത് ചവച്ചരച്ചാൻ കഴിക്കാൻ പറയാണ്. അപ്പം പറയുന്നത് ബിന്നി പറയണം വായു കഴിക്കാനാണെങ്കിൽ പിന്നെ നിങ്ങളിവിടെ എന്തിനാണ് അവിടെ നിൽക്കുന്നത്, ഇറങ്ങി പോകാൻ പറയണം ഇവിടെ നിന്ന്. കറക്റ്റ് കാര്യമാണ്. പിന്നെ അവിടെ കുറേ പ്രശ്നവും കാരണം കൊണ്ട് അവിടെ കുക്കിംഗ് അവിടെ നടന്നില്ല. പിന്നെ ഷാനവാസിൻ്റെ ഗെയിം കാണുമ്പോൾ എനിക്ക് നമ്മുടെ ബിഗ് ബോസ് തമിഴ് സീസൺ 6 വന്ന വിക്രമനില്ലേ അതേ കണക്കത്തെ ഒരു ഗെയിം പ്ലേ ആണ് അവിടെ ഷാനവാസ് കളിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അക്ബറും ഷാനുവും ഒണിയൽ ഫൈറ്റ്. ഇവിടെ ഒനിയലാണെങ്കിൽ വന്നിട്ട് അക്ബറിനോട് അങ്ങോട്ട് അങ്ങോട്ടില്ല ഒരുമാതിരി പ്രശ്നം ഉണ്ടാക്കാൻ പോണ പോലെയാണ് എനിക്ക് പേഴ്സണൽ തോന്നിയൊരു കാര്യം. പിന്നെ ഇവിടെ എല്ലാവരും ജയിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഭയങ്കര സപ്പോർട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോകണം. രേണു സുധാണ്ട് ഇവിടാണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇവർക്ക് ഇതൊന്നും കാണാൻ വയ്യ. ഇങ്ങനെ കിടക്കുന്ന ഒരാളെയൊക്കെ ജയിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതാ നോക്കിയ രേണു സുധി കിടക്കുന്ന കാര്യം എങ്ങനെയാണെന്ന് ഒന്നിലും ഇടപെടാതെ ഇങ്ങനെ ചുമ്മാ കിടക്കണം. ഇതാണോ ഗെയിം പ്ലേ? നിങ്ങൾക്ക് ഈ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധി ഒരു കാര്യങ്ങളൊക്കെ ഇല്ലേ? നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ രേണു ജിക്കണമെന്നൊക്കെ പറഞ്ഞത്? ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ? ഇതൊക്കെയാണ് ഒരു വിന്നർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. ഇതില്ല പോയ്സല്ല ജിൻഡോനെക്കാട്ടി വളരെ മോശമാണല്ലോ ഈ ഒരു കാര്യങ്ങളൊക്കെ. നിങ്ങൾ നോക്കി കണ്ട കാര്യം ജയിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇമാതിരിപ്പെട്ട ആൾക്കാരൊന്നും ജയിപ്പിച്ചിട്ട് പിന്നെ അവസാനം വേറെ തലവേദന കേസായി മാറല്ലേ. പിന്നെ അക്ബർ തെറി വിളിച്ച്, അക്ബർ ഒരു തെറി എങ്ങില്ല ചേർത്തൊരു തെറിയും വിളിച്ചിട്ടുണ്ട്. ഇത് അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്താണ്. ഈ പ്രൊവോക്ക് ചെയ്തിട്ട് ഒരു കാര്യം കണ്ടെത്തി നിൽക്കുകയാണ് നമ്മുടെ ഈ ഷാനുവും ഒണിയലും. ഇപ്പോൾ അതിശക്തമായ ഒരു കാര്യം അക്ബറിനെതിരെ ആർക്ക് കിട്ടി? ഷാനുവിനും ഒണിലിനും കിട്ടി. പിന്നെ ഒരു കാര്യം അക്ബർ തെറി വിളിച്ച ഒരു കാര്യം ഒരിക്കലും വിളിക്കരുതായിരുന്നു. അത് തെറ്റ് തന്നെയാണ്. നല്ല പണിഷ്മെൻറ്റ് ലാലിട്ട് വരുമ്പം അക്ബറിന് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ശരത്തും അക്ബറും പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊക്കെ ശരിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഒളിപ്പോരാണ്, നല്ല പിള്ള ചമച്ചിലും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ഒണിയൽ വന്നിട്ട് നമ്മൾ അക്ബറിനോട് ഉടക്കുന്ന ആ സമയത്ത് അഭിശ്രീ അവിടെ നിന്നിട്ടാണെങ്കിൽ നല്ല പോലെ അങ്ങോട്ട് പിരികേറ്റി വിടുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒണിയലൊക്കെ അവിടെ വന്ന് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ ശരത്തും അക്ബറും അവിടെ ഗ്രൂപ്പിസം കളിക്കുകയാണെങ്കിൽ ഇവിടെ ഷാനു, ഒണിയൽ, അഭിശ്രീ ഇവരും അവിടെ ഗ്രൂപ്പ് പ്ലേയാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഉറപ്പാണ്. പിന്നെ മിഡ് വീക്ക് എവിഷൻ്റെ കാര്യമാണ് വന്നിരിക്കുന്ന രേണു, ഷാരിക, അനീഷ്, ഒനിയൽ, സരിക, റെന ഇവർ ഇത്രയും പേരാണ് മിഡ് വീക്ക് എവിഷൻ വന്നിരിക്കുന്ന. ഇങ്ങനൊരു കാര്യം പറയട്ടെ, ഇതൊന്നും നടക്കാൻ വേണ്ടി പോണ കാര്യങ്ങളൊന്നുമില്ല. ഈ മിഡ് വീക്ക് എവിഷൻ നടക്കുന്നത് ഇതൊക്കെ നമ്മൾ എത്ര കൊല്ലം മുമ്പ് കണ്ടാണ്. ഇന്ന് വരെ മിഡ് വീക്ക് എവിഷൻ്റെ ഒരാളെ പറഞ്ഞ് പുറത്ത് പോകുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ ചുമ്മാ ഒരു പ്രഹസനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊന്നും അങ്ങനെ ഒരു എവിടെയും പുറത്തും പോകാൻ വേണ്ടി പോലെ എവിടെയും പോകാൻ വേണ്ടി പോലെ ഇതൊക്കെ അങ്ങനത്തെ ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മിഡ് വീക്ക് എവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഒരു സസ്പെൻഷൻ പോലെയാണെന്ന് അവർ പറയുന്നത്. അതായത് ഏകാന്തവാസം, ഒരു ടാസ്കിനിടയ്ക്ക് മോശം പ്രവർത്തിക്കുന്ന 2 പേരെ
ഏകാന്തവാസനായിരിക്കുന്നൊക്കെയാണ് പറയുന്നത്. ഇത് എന്തെന്നറിയില്ല, പിന്നെ ഒരാളെ ആയിരിക്കും, രണ്ടുപേരെ ആയിരിക്കാം. ഇതൊക്കെ ഒരു അനാവശ്യമായ ഒരു കോണ്ടൻ്റാണ് കേട്ടോ ഈ ഒരു മിഡ് വീക്ക് എവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്കൊന്നും പിടികിട്ടുന്നില്ല ഇത് കണ്ടിട്ടൊന്നും. പിന്നെ മിഡ് വീക്ക് എവിഷൻ എന്ന് പറഞ്ഞ ഒരു സസ്പെൻഷൻ ടാസ്കിന് വേണ്ടി കണ്ടസ്റ്റൻസിന് ഒരാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ സഹായിക്കാൻ വിളിച്ചവരാണെങ്കിൽ ഈ അനീഷ് പിന്നെ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചതൊക്കെ അവരുമായിട്ട് വഴക്കുള്ള ആൾക്കാരെയൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. അതായത് അവരുമായിട്ട് ഏറ്റവും കൂടുതൽ വഴക്കിടുന്നതാണ്. ഇപ്പോൾ ശരത്തിനെയും അനുമോളെയാണ് ഈ ഒരു അനീഷ് വിളിച്ചിരിക്കുന്നത്. അതൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് അങ്ങനെ പരസ്പരം വഴക്കുള്ളവരെയൊക്കെയാണ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അനീഷും ഒണിയൽ സാബും അങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്. അവരുമായിട്ട് ഏറ്റവും പ്രശ്നമുള്ള ആൾക്കാരെയാണോ അവരെയാണ് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വിളിച്ചിരിക്കുന്നത്. പിന്നെ വീണ്ടും ജിസൈലിൻ്റെ വസ്ത്രവിവാദം വീണ്ടും ആയിട്ടുണ്ട്. അത് എന്തൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ജിസൈലിനെ പറ്റി പറയണമെങ്കിൽ ജിസൈൽ ഒരു മര്യാദയില്ലാത്ത പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്വയം നിയന്ത്രിക്കാൻ വേണ്ടി പോലും എന്തൊക്കെയോ കാണിക്കുന്നു. ഇത് മുമ്പ് ഇങ്ങനെയൊന്നുമല്ല ജിസൈൽ. ഇപ്പം ജിസൈലിന് ഒരു തിരിച്ചറിവില്ലാത്ത പോലെയും എന്തും പ്രവർത്തിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്തോ ജിസൈൽ കാണിക്കുന്ന പോലെയാണ് ജിസൈലിൻ്റെ പ്രവൃത്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. പിന്നെ ഒരു വലിയ പ്രശ്നം, ജിസൈൽ അനുമോളെ കയറി ഹൈറ്റ് കുറഞ്ഞ കണക്കാലെന്നൊക്കെ പറഞ്ഞുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. ജിസൈലാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് ഈ ഹിന്ദി ബസ്സിലൊക്കെ പോയിട്ട് വന്നിട്ട് അവർക്ക് അങ്ങനത്തെ ഒരു നേച്ചർ കൊണ്ട് ഇവിടെ ഇപ്പോൾ നിൽക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് പറയുന്ന കാര്യങ്ങൾ തിരിച്ചറിവ് പോലുമില്ല. ഇപ്പം അവരൊരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് പോലും പറയത്തില്ല, അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോലും പറ്റുന്ന പറയത്തില്ല. അങ്ങനെയാണ് ജിസൈൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് അനുമോള ഹൈറ്റ് കുറവെന്നൊക്കെ പറയുന്ന കാര്യം എനിക്ക് തോന്നുന്ന കാര്യം അറിയാം, അത് മനഃപൂർവ്വം ഒരു പറഞ്ഞെന്നായിരിക്കും. അവളെ ഹൈറ്റ് കുറവാണല്ലോ, അപ്പോൾ ആ ഒരു കാര്യം വെച്ചാൽ അവർ പൊതുവേ അങ്ങ് ഓപ്പണായിട്ട് അങ്ങ് തുറന്ന് പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. പിന്നെ എന്ത് ചെയ്യാനാണ് ഇപ്പം അങ്ങനെയൊക്കെ പറയാൻ ആർക്കാരും വിഷമം വരുന്ന കാര്യം. പക്ഷേ ജിസലിൻ്റെ ഒരു മൈൻഡ് കാര്യങ്ങളും കൊണ്ടൊക്കെ എനിക്ക് തോന്നുന്നൊരു കാര്യം ഹൈറ്റ് കുറവായതുകൊണ്ട് ഹൈറ്റ് കുറവെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് അനുമോളിൻ്റെ ഫീലിങ്സ് ആയത്. പിന്നെ ഒരു പക്ഷേ ഒരു അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ ഇവിടുത്തെ നേച്ചർ വളരെ പിടികിട്ടതുകൊണ്ടാണ് ജിസൽ അങ്ങനെയൊക്കെ ഓരോ കാര്യം പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. പിന്നെ ഹൈറ്റ് കുറവെന്നൊക്കെ തുറന്നു പറഞ്ഞാൽ ഒരു കാര്യം തെറ്റാണ്. പക്ഷെ അവരുടെ ഒരു മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയും. ഇതാണ് അടുത്ത ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ പറയുന്നത്. പിന്നെ അനുമോളുടെ ഹൈറ്റിൻ്റെ ആ ഒരു പ്രശ്നം അവിടെ നിൽക്കട്ടെ. പിന്നെ ജിസയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ എന്തോ ആയിക്കൊണ്ട് പോട്ട് ഈ കീറിയ ഡ്രസ്സ് എങ്ങനെ ജിസയിലിടും എന്നാണ് ചിന്തിക്കുന്നത്. ഈ കീറിപ്പോയ വസ്ത്രം എങ്ങനെ ഇടും? ഒന്ന് ആ ഒരു പണിപ്പുറത്തൊക്കെ എല്ലായിടത്തും കൊടുക്കണം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം. പിന്നെ ഈ കീറിപ്പോയ ഡ്രസ്സ് ഇട്ട് ഇവിടെ ആർക്കും നടക്കാനൊന്നും ഇവിടെ വരുന്നത് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കള്ളത്തരങ്ങൾ ഒളിച്ചിരുന്ന് തിന്നാന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റേ നമ്മുടെ ന്യൂറയും നെവിനും കൂടെ എന്തോ ആപ്പിൾ ജ്യൂസ് എന്തോ ഉണ്ടാക്കിയിട്ട് അത് ഒളിച്ചു പോരുന്നിങ്ങനെ രണ്ടുപേരും ചേർന്നത്. അത് ആദ്യം ഒന്ന് കണ്ടുപിടിച്ചത് ഇത് ന്യൂറയാണ് ആദ്യം കണ്ടുപിടിച്ച്. ന്യൂറ കണ്ടുപിടിച്ച സമയത്ത് പിന്നെ അത് ന്യൂറയ്ക്കും കൂടെ കൊടുത്ത് അങ്ങോട്ടും കൂടെ ഷെയർ ചെയ്ത് എന്നിട്ട് തിന്ന് കഴിഞ്ഞിട്ട് പറയുന്നു ഈ കള്ളത്തരങ്ങൾക്കൊന്നും കൂട്ടു നീക്കാൻ എനിക്ക് പറ്റുമെന്ന് പറഞ്ഞ് ന്യൂറ ഇറങ്ങി പോകുന്നുണ്ട് അവിടെ നിന്ന്. കോയിൻ വേട്ട, അതാണ് മിഡ് വീക്ക് എവിഷൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്. ലേറ്റായിട്ടാണ് ടാസ്കിൽ വന്ന് പങ്കെടുത്തെങ്കിലും അനുമോൾ നന്നായിട്ട് പെർഫോം ചെയ്തത്. പക്ഷേ ആ സമയം കൊണ്ട് തന്നെ കോയിൻസ് എല്ലാവരും ആൾമോസ്റ്റ് സ്വന്തമായി കഴിഞ്ഞത് 3 കോയിനാണ് അവർക്ക് എടുക്കാൻ വേണ്ടി പറ്റിയത്. ഷൈറ്റയാണ് ആദ്യമായി ഈ ഒരു ടാസ്കിൽ ഇറങ്ങി തിരിച്ച് പെർഫോം തുടങ്ങിയത്. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചായിരുന്നേ, ഇത്രയും നാൾ ബിഗ് ബോസ് രേണു എന്ന് പറഞ്ഞ ബിഗ് ബോസ് ആ ഒരു ടാസ്കിൽ പോയിൻ്റ് പറഞ്ഞ സമയത്ത് രേണു എന്നുള്ള പേര് മാറ്റി ഇപ്പോൾ രേണു സുതി എന്നാക്കി. ഇത്രയും നാൾ ബിഗ് ബോസ് രേണു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്നിപ്പോൾ അത് രേണു സുതിയായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ രേണുവും ശരികൻ തമ്മിലൊരു ചർച്ച, ഇത് രേണു നിൻ്റെ കഴിവ് കണ്ട് വേണം ഇവിടെ ഒരുപാട് ഭർത്താവ് മരിച്ച സ്ത്രീകൾക്കും അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് മുന്നോട്ട് വരേണ്ട കാര്യങ്ങളൊക്കെ. അയ്യോ, മാതൃകയാക്കാൻ പറ്റിയ മുതലാണ് കേട്ടോ. എന്ത് നല്ല ഒരു മാതൃകയെന്നറിയാമോ? ദയവ് ചെയ്ത് ഞാൻ ഒരു കാര്യം പറയാം, സ്ത്രീകളോട് പറയാം. നിങ്ങളിപ്പം ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരണം, അതിനൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ രേണു സുതിയെപ്പോലെ ആവാൻ വേണ്ടി ശ്രമിക്കരുത്. അത് ഈ വിവാദങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് അങ്ങനെ പോകാതെ നിങ്ങളുടെ ഒരു സ്പേസ് കണ്ടെത്തി ഒരു പ്രൊഫഷൻ, ഇപ്പം ഫിലിം ഫീൽഡോ ഫോട്ടോഷൂട്ട് എന്തോ ആയിക്കൊണ്ടിട്ട് വന്നിട്ട് നിങ്ങളുടെ മാന്യമായ ഒരു മുഖം അവിടെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുക. സ്വന്തം റീച്ചിന് വേണ്ടി കിടന്ന് എന്ത് കോമാളത്തിനും കാണിക്കാതെ ഒരു ഡെഡിക്കേറ്റീവായിട്ട് നല്ലപോലെ ചെയ്ത് വരിക. നിങ്ങൾക്ക് തന്നെ ജയിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം മാത്രം. അത് ഒരിക്കലും രേണു സുധീനെ മാതൃകയാക്കൊണ്ട് അവർ നിങ്ങളുടെ മുന്നോട്ട് വരും. ഇനി മറ്റ് പെൺകുട്ടികളെ ശരി മാതൃകയാക്കാൻ പറ്റിയൊരു മുതലൊന്നുമല്ല ഈ രേണു സുധി എന്ന് പറഞ്ഞ കാര്യം. അതൊന്ന് ഓർത്ത് കൊള്ളുക. ഓക്കെ. പിന്നെ ചെറിയ രീതിയിൽ ഇവിടെ നമ്മുടെ ശാരിക KB ഒരു ഫെമിനിസം ബൂസ്റ്റപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആണുങ്ങളോട് അത്രയ്ക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്ത പിന്നെ സ്ത്രീ ശാക്തീകരണം എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് എന്തൊക്കെയോ അങ്ങനെ കുറേ കാര്യങ്ങൾ എടുത്തങ്ങോട്ട് അനാവശ്യമായിട്ട് ഇടുന്ന പോലെ എൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് മിക്ക ആണുങ്ങളുമായിട്ട് ഇവർ കയറി കോർക്കാൻ വേണ്ടി പോകുന്നതും പിന്നെ സ്ത്രീ
മുന്നോട്ട് വരണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ എനിക്ക് തോന്നുന്ന കാര്യം. പിന്നെ ജീവിതകഥ തുടങ്ങി ശാരിക, രേണു, ഒണിയനാണ് ഇവർ കാര്യം പറഞ്ഞത്. ശാരികയുടെ ജീവിത കഥ സൂപ്പറാണ് കേട്ടോ. പിന്നെ രേണുവിന് ജീവിതകഥ പറയാൻ പറഞ്ഞ സമയത്താണെങ്കിൽ അപ്പനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായി. പപ്പ എന്നൊക്കെ പറഞ്ഞ് പപ്പനെയൊക്കെ പറ്റി ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായി. എനിക്കത് കണ്ടൊന്നും തോന്നിയൊന്നുമില്ല. പിന്നെ ഒണിയലിൻ്റെതും നൈസായിട്ടുള്ള ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒണിയൽ നല്ലൊരു പോസിറ്റീവ് വൈബ് മനുഷ്യനാണ് കേട്ടോ. അയാൾക്ക് വിഷമം വന്നാൽ അയാൾക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്ത് വരാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജിസയിൽ ഹിന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. അതൊക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. സോ ആ ഒരു കാര്യം വെച്ച് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഡേ 9 എപ്പിസോഡ് നടന്ന കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യം വെച്ച് ഇത് ജെന്യൂനായിട്ട് നടന്ന കാര്യങ്ങളൊക്കെയാണ്. സോ ഇനിയും ഇതുപോലുള്ള വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള പറഞ്ഞിട്ട് ഇതാണ് ഡേ 9 റിവ്യൂ എന്ന് പറയുന്നത്.